നമ്മുടെ നാടുകളിലെ പള്ളി, മദ്രസ, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യതീംഖാനകൾ അതുപോലെയുള്ള എല്ലാ ധർമ്മ സ്ഥാപനങ്ങളും നടക്കുന്നത് മുസ്ലിം പൊതുജനത്തിൻ്റെ പിരിവ് സ്വീകരിച്ചുകൊണ്ടാണ്. നബിദിന പരിപാടികൾ, ബദരീങ്ങളുടെ ആണ്ട് പോലത്തെ ആണ്ട് നേർച്ചകൾ നടക്കുന്നതും പൊതുജനങ്ങളോട് പിരിച്ചിട്ടാണ്. ഈ പിരിവ് നടക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ഇത് ഞാൻ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യഹില്ലു മാലു ഇൻ മുസ്ലിമിൻ ഇല്ലാ ബി ത്വയ്യിബി നഫ്സിൻ മിൻഹു. മനസ്സംതൃപ്തിയില്ലാത്ത ഒരു സംഭാവനയും, ഒരു മുസ്ലിമിൻ്റെ സമ്പത്ത് വാങ്ങുന്നത്, ഒരു സംഭാവനയും അനുവദനീയമല്ല എന്ന് ഈ ജനമധ്യത്തിൽ വെച്ച് ചോദിക്കുക. അപ്പോൾ ഹയാഇൻ്റെ പേരിൽ, അഭിമാനത്തിൻ്റെ പേരിൽ, അപമാനിതനാകുന്നതിൻ്റെ പേരിൽ ആരെങ്കിലും സംഭാവന ഏൽക്കുകയും അത് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില വാഴൻ്റെ സദസ്സുകളിലൊക്കെ 100 ചാക്ക് സിമൻറ്റ്, 1,00,000 റുപ്യ, 50,000, 25,000 ഒക്കെ ഓരോരുത്തർക്ക് ഏൽക്കും. ഏറ്റതൊക്കെ അവിടെ എഴുതി വെക്കും. പിന്നീടത് വാങ്ങാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ഒരു 100 വട്ടം കമ്മിറ്റിക്കാർ കയറി ഇറങ്ങേണ്ടി വരും. അത് കിട്ടിത്തരാവില്ല. ഏറ്റെടുക്കാൻ അപ്പോഴൊക്കെ ഏറ്റെടുക്കും, പക്ഷേ സാധനം കിട്ടൂല. അതെന്താ സംഭവിക്കുന്നത്? അയാൾക്ക് തരാൻ മനസ്സില്ല. പിന്നെ ആൾക്കൂട്ടത്തിൽ വെച്ച് ചോദിച്ചപ്പോൾ അഭിമാനം വിചാരിച്ച് ഏൽക്കുന്നതാണ്. അതുപോലെ അവഗണിക്കാൻ പറ്റാത്ത വ്യക്തികളെ പറഞ്ഞയച്ച് ചോദിപ്പിച്ച് വാങ്ങാം. നമ്മൾ ചെന്ന് ചോദിച്ചാൽ മൂപ്പര് തരൂല എന്ന് ഉറപ്പാ. എന്നാൽ പിന്നെ മറ്റേ ആളെ പറഞ്ഞയച്ചാൽ, പള്ളിയിലെ ഉസ്താദിനെ പറഞ്ഞയച്ചാൽ, അല്ലെങ്കിൽ ആ ആൾക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരാളെ പറഞ്ഞയച്ചാൽ അയാൾ പോയി ചോദിച്ചാൽ കിട്ടും എന്ന നിലക്ക് അത്തരം വ്യക്തികളെ പറഞ്ഞയച്ച് നിർബന്ധിച്ച് വാങ്ങിക്കുക. അതൊക്കെ ഒരു ആളെ ഉത്തരം മുട്ടിക്കുന്ന സമ്മർദ്ദത്തിലാക്കി വാങ്ങുന്ന തന്ത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ സ്വമേധയാ നൽകാമെന്ന് ഏറ്റ സംഭാവന ഉണ്ടാവും. ആ സംഭാവനക്കപ്പുറത്ത് യാത്രന്ന് തന്നാൽ പോരാ, നമുക്കിവിടെ പരിപാടി ഉഷാറായി നടക്കണ്ടേ, എന്ത് 5 എൻ്റെ പേരിൽ ഒരു 15 റുപ്യ എഴുതുന്നുണ്ടെന്നും പറഞ്ഞ് നിർബന്ധിച്ച് അയാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സംഖ്യ എഴുതി അയാളോട് നിർബന്ധപൂർവ്വം വാങ്ങുക. ഇങ്ങനെയൊക്കെ സ്ഥാപനങ്ങൾ ഉയർത്തുക, അതുപോലെ പള്ളി, മദ്രസ, മറ്റു ധർമ്മസ്ഥാപനങ്ങൾ ഉയർത്തുക, നബിദിനത്തിന് ഇത്തരത്തിലുള്ള ക്യാഷ് സ്വീകരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുക, ബദരീങ്ങളാണ്ട് ഈ നിലക്ക് വാങ്ങി ഭംഗിയാക്കുക. പ്രത്യേകിച്ച് 2 വിഭാഗമുള്ള സ്ഥലങ്ങളിൽ മത്സരബുദ്ധിയോടുകൂടെ നടത്തുമ്പോൾ ഇത് സുലഭമായി നടക്കാറുണ്ട്. ഇതിൻ്റെ മതവിധിയാണ് ഞാൻ പറയുന്നത്. ഈ പ്രവർത്തനം ഹറാമായ കാര്യമാണ്. ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നുണ്ട്, അഖ്ദുൽ മാലി അലൽ ഹയാഇ ഹറാമുൻ. ലജ്ജയിലാക്കിക്കൊണ്ട്, അതായത് ഈ അഭിമാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ നിർബന്ധപൂർവം നൽകുന്ന സംഭാവന അത് ഹറാമാണ്, വാങ്ങാൻ പാടില്ല. അത്തരം സാഹചര്യങ്ങളിൽ കൊടുക്കാനും പാടില്ല, അത് വാങ്ങാനും പാടില്ല. അത് രണ്ടും ഹറാമാണ്. അഭിമാനത്തിന് വേണ്ടി നൽകുന്ന സംഭാവന, എന്തുകൊണ്ടെന്നാൽ ആ ആള് ഹയാ വിചാരിച്ച്, എങ്ങനെ ഇപ്പോൾ കൊടുക്കാതിരിക്കുക എന്ന് വിചാരിച്ച് അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അയാൾ കൊടുക്കുന്ന സംഭാവന അയാൾക്ക് കൂലി കിട്ടാതെ പോകും. കാരണം അയാളുടെ ലക്ഷ്യം അഭിമാനം സംരക്ഷിക്കലാണ്. അപ്പോൾ അയാൾക്കതിന് കൂലിയില്ല. ഈ കൊടുത്ത പണം നഷ്ടമാവുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങനെ അയാൾ കൊടുക്കുന്നത് ഹറാമാണ്.
ആ കൊടുക്കുന്ന പണം വാങ്ങുന്നത് ഹറാമാണ്. അത്തരം പണം ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന നബിദിന മദരീങ്ങളുടെ ആണ്ട് പോലത്തെ പരിപാടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി ജനങ്ങൾക്ക് തീറ്റിച്ചാൽ ശുഭത്തിൻ്റെ ഭക്ഷണമാണ് തീറ്റിക്കലായി വരിക. ഹലാലും ഹറാമും കൂടിക്കലർന്ന ഭക്ഷണമാകും. അങ്ങനെ ഒരാൾ സ്വമേധയാ തരാൻ തയ്യാറായ സംഖ്യക്ക് പുറമെ അയാളോട് നിർബന്ധപൂർവം പിടിച്ചു വാങ്ങിയത് കൊള്ളയും ഹറാമുമാണെന്ന് ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നുണ്ട്. ആൾക്കൂട്ടത്തിൽ വെച്ച് ചോദിച്ച് മാനം കെടുത്തുക. അപ്പോൾ അയാൾ തന്നില്ലെങ്കിൽ അയാൾ ജനങ്ങൾക്കിടയിൽ അപമാനിതനായി പോകും. അത് വിചാരിച്ചിട്ട് അയാൾ ഏറ്റെടുക്കുകയും തരികയും ചെയ്യുക, അതും ഹറാമാണ്. ഇയാൾക്ക് പണനഷ്ടം വരുന്നു, കൂലി നഷ്ടം വരുന്നു. അപ്പോൾ അത് ഹറാമാണ്. ആ ഹറാമായത് വാങ്ങുന്നത് നമുക്കും ഹറാമാണ്. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി പറയുന്നുണ്ട്, ലാ യജൂസുൽ ഇക്റാഹു അല സ്വദഖ, നിർബന്ധപൂർവം സ്വദഖ ആരിൽ നിന്നും വാങ്ങാൻ പാടില്ല, അത് നിഷിദ്ധമായ കാര്യമാകുന്നു എന്ന്. മാലുൻ ഉഖിദ ബി ഖൈരി ത്വയ്ബി നഫ്സിൻ ലാ യഹില്ലി എന്നും ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്. മനസ്സംതൃപ്തിയില്ലാത്ത നിലയിൽ വാങ്ങിയ പണം അത് അനുവദനീയമല്ല എന്ന്.